പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മൾ അറബി മാസപ്രകാരം റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിന് മതപരമായിട്ട് യാതൊരു ശ്രേഷ്ഠതയും ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഒരു ശ്രേഷ്ഠതയുമില്ല. എന്തെങ്കിലും ഒരു പുണ്യം, ഏതെങ്കിലും ഒരു ആ മാസത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകമായ ശ്രേഷ്ഠത പ്രവാചകനോ സ്വഹാബത്തുകളോ അത് മനസ്സിലാക്കിയ, പ്രവാചകൻ പഠിപ്പിച്ച് കൊടുത്ത ദീൻ മനസ്സിലാക്കിയ അവിടുത്തെ സച്ചരിതരായ പ്രവാചകൻ്റെ സഖാക്കൾ, പ്രവാചകൻ്റെ സ്വഹാബികൾ ആരും തന്നെ ഈ മാസത്തിന്, റബീഉൽ അവ്വൽ മാസത്തിന് പ്രത്യേകമായ ഒരു പ്രാധാന്യം മതപരമായി കൽപ്പിച്ചിട്ടില്ല എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്കൊക്കെ കാണുവാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്നത് ഒരു റബീഉൽ അവ്വൽ മാസം 12-നാണെന്ന് ചരിത്രം പറയുന്നു. എന്നാൽ അതുമാത്രമല്ല, 8 അഭിപ്രായങ്ങൾ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് വന്നിട്ടില്ല. അതിൻ്റെ ഒരു കാര്യവുമില്ല. എന്തുകൊണ്ട്? അത് പ്രധാനപ്പെട്ടതല്ല ദീനിൽ. ഒരു ജനനം, ഒരു പ്രവാചകന്റെ ജനനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ പ്രവാചകനാണോ? അല്ല. അവിടുത്തെ 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകനാവും. അതുകൊണ്ട് മരണപ്പെടുമ്പോൾ പ്രവാചകനായിരുന്നു. അതുകൊണ്ട് മരണത്തെ കൃത്യമായിട്ട് ആർക്കും തർക്കമില്ലാതെ, ഒരാൾക്കും തർക്കമില്ലാതെ റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ വഫാത്തായത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പൊ ജനനം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. കാരണം അതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു വിശേഷണം, അങ്ങനെ ജനനത്താൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ആരാധനകൾ നിർവഹിക്കണം എന്ന് വന്നിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ നോക്കുക, നാട്ടിൽ കാണിക്കുന്നത് എന്താണ്? ഇപ്പൊ നാട്ടിലുള്ളതല്ല ഏട്ടിലുള്ളത്. ഏട്ടിൽ പറയുന്നതും നാട്ടിൽ ചെയ്യുന്നതും വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റബീഉൽ അവ്വൽ മാസം നബി ജനിച്ചു എന്നതിൻ്റെ പേരിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയും അല്ല, പണ്ടൊക്കെ 12 വരെയായിരുന്നു. 12-ന് ഒരു ഘോഷയാത്രയോട് കൂടി അത് സമാപിച്ചു, അങ്ങനെയായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. റബീഉൽ അവ്വൽ മാസം വരുന്നതിന് മുമ്പ് തന്നെ പുണ്യ റബീഇന് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വലിന്റെ തൊട്ടടുത്ത മാസം തന്നെ എന്ത് ചെയ്യാണ്? ഒരുങ്ങുകയാണ് ഇത് ആഘോഷിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ആഘോഷ കമ്മിറ്റിക്കാരാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആഘോഷ കമ്മിറ്റിക്കാരുടെ വകയാണ്. അങ്ങനെ പുണ്യ റബീഇന് സ്വാഗതം, അങ്ങനെ ഒരു സ്വാഗതം ഇസ്ലാമിലുണ്ടോ? റമദാന് പ്രവാചകൻ എന്ത് ചെയ്യുക? റമദാനിനെ പൂർവികരായ ആളുകൾ 6 മാസം മുമ്പേ റമദാനിന് വേണ്ടി
അവർ എന്ത് ചെയ്യുമായിരുന്നു? അള്ളാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു, റമദാനിനെ എത്തിച്ചു തരണേ. കാരണം ആ മാസത്തിൽ അമല് ചെയ്യാൻ വേണ്ടിയാണ്. അതിന് പ്രത്യേകമായ വലിയ ശ്രേഷ്ഠതകൾ നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് എന്നത് കണ്ടിട്ടാണ് അവരങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത്. അതവരെങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. റബീനെ കൊണ്ടുവാ എന്ന് ഒരു സഹാബി പോലും ഓർക്കാതെ പോലും പ്രാർത്ഥിച്ചിട്ടില്ല. അവരുടെ ഓർമ്മയിലില്ലാതെ പോലും, അറിയാതെ പോലും അവരാരും അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതില്ല. ഇന്നിപ്പോൾ എന്താണ്? നിലാവ് കാണണം, നിലാവ് നോക്കുന്നു. റബീഉൽ അവ്വൽ വരുമ്പോൾ പത്രത്തിൽ പരസ്യം വരുന്നു, ഇന്ന ഇത്രാം തീയതി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുന്നു, ചന്ദ്രൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു. റബീഉൽ അവ്വൽ മാസം പിറക്കാൻ സാധ്യതയുള്ളതിനാൽ ആരെങ്കിലും ആ മാസത്തെ കണ്ടാൽ അറിയിക്കണം, ഫോൺ നമ്പർ. അങ്ങനെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? പുണ്യ റബീഉൽ അവ്വൽ മാസത്തെ കാണുകയാണ്, മാസം കാണുകയാണ്. ഇതാര് പഠിപ്പിച്ചു? എന്തിനാണിത്? അത് പറയുമ്പോഴാണ് ഇവര് വേറെ വിധത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കും. അതായത് ഇതിനെ എതിർക്കുന്നവർ പ്രവാചക സ്നേഹമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ ഒറ്റ തള്ളലാണ്. ഇതിനെ ആരെങ്കിലും എതിർത്താൽ അവരെ പിന്നെ എന്ത് ചെയ്യുന്നു? അടച്ചാക്ഷേപിക്കുക. പ്രവാചക വിരോധികൾ, പ്രവാചക സ്നേഹമില്ലാത്തവർ എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങ് പിന്നെ അടിച്ചു താഴ്ത്തുകയാണ്. വാസ്തവം എന്താണ് സഹോദരങ്ങളെ? വാസ്തവം എന്താണ്? അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പള്ളികൾ, നമ്മുടെ പള്ളികൾ ഒക്കെ ഈ മാസം വരുമ്പോൾ ഏതാണ് മുസ്ലിം പള്ളി, ഏതാണ് ക്രിസ്ത്യൻ പള്ളി എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പിന്നെ ഈ പള്ളിപ്പെരുന്നാൾ വരുമ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ പള്ളികൾ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള നിറത്തിലുള്ള കളറുകൾ, ലൈറ്റുകൾ, അതിങ്ങനെ പിന്നെ കുരിശും അതും ഇതുമായിട്ടൊക്കെ ഇങ്ങനെ ഓടി 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 നല്ല പ്രകാശം പൂരിതമായിരിക്കും. അത് അവർ ചെയ്യുന്നു. എന്നാൽ ഇവിടെ മുസ്ലിം പള്ളികൾ ഇന്ന് നോക്കിക്കേ, ഏതാണ് മുസ്ലിം പള്ളി? ഇത് മുസ്ലിം പള്ളി തന്നെയാണോ എന്ന് സംശയം തോന്നത്തക്ക വിധത്തിൽ നമ്മുടെ പിന്നെ പള്ളികളിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ട ഭവനമായ ആ പള്ളികൾ ഇതേ വിധത്തിൽ തന്നെ ഒരു മാറ്റവുമില്ലാതെ അലങ്കരിക്കുന്നു. പണ്ടൊക്കെ പള്ളിക്ക് വെളിയിലായിരുന്നു. വെളിയിൽ മുള കുഴിച്ചിട്ട് 2 ഓലയൊക്കെ ഇങ്ങനെ ചുറ്റി വെച്ച് അതിനകത്തൊരു ട്യൂബൊക്കെ വെച്ച് കെട്ടി അങ്ങനെ വഴിനീളെ പിന്നെ ആയിരുന്നു. എന്നാൽ അത് വന്ന് പള്ളിക്ക് അകത്തോട്ട് കയറിയിട്ട് പിന്നെ അവിടെ നിന്നില്ല. അവിടെ നിന്ന് നേരെ മിഹ്റാബിൻ്റെ മുകളിലേക്കും പിന്നെ മിനാരത്തിൻ്റെ മുകളിലേക്കും ഒക്കെ അത് കയറാൻ തുടങ്ങി. അപ്പം ഇന്നപ്പോൾ ആ വിധത്തിലാണ് മൗലൂദ എന്ന പേരിൽ, നബിയുടെ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ഇവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അൻ അബീ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു, അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഹദീസാണ്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ ദിറഅൻ ബിദിറായിൻ ഹത്താ ലൗ ദഖലൂ ജുഹ്റൽ ളുബ്ബി ലദഖൽതുമൂഹു ഖുൽനാ യാ റസൂലല്ലാഹ് അൽ യഹൂദ വൻ നസാറ ഖാല ഫമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ ആളുകളെ നിങ്ങൾ ഫോളോ ചെയ്യും, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, നിങ്ങൾ പിന്തുടരും, അവരെ പിന്തുടരും. നിങ്ങളുടെ മുൻ കഴിഞ്ഞു പോയ ആളുകളെ നിങ്ങൾ പിൻപറ്റും. ഏതുപോലെ ശിബുറംബി ശിബിരിൻ ദിറാംബി ദിറായ്, മുഴത്തിന് മുഴം ചാണിന് ചാൺ. ഒരു വ്യത്യാസം. ഒരു മുഴമാണെങ്കിൽ നിങ്ങളും ഒരു മുഴം, അവരൊരു ചാണാണെങ്കിൽ നിങ്ങളും ചാൺ, ഒരു വ്യത്യാസവുമില്ല. ആ വിധത്തിൽ നിങ്ങൾ പിൻപറ്റും. ഇനി അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചോ, നിങ്ങളും പ്രവേശിക്കും. പ്രവാചകൻ പറയുന്നത് എത്ര പിന്നെ അർത്ഥവത്തുള്ള വാക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും പ്രവേശിക്കും. ഈ ഉമ്മത്തിനെ കുറിച്ചായി പറയുന്ന, മറ്റാരെ കുറിച്ചുമല്ല.
ഈ ഉമ്മത്തിനെ കുറിച്ചായി പ്രവാചകൻ അത് പറയുന്നു, നിങ്ങളും പ്രവേശിക്കും. അപ്പോൾ അവർ ചോദിച്ചു, സഹാബത്ത് കിറാമുകൾ ചോദിച്ചു, കുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, അൽ യഹൂദു വൻ നസാറ, അങ്ങ് ഉദ്ദേശിച്ചത് നസാറാക്കളെയും ജൂതന്മാരെയുമാണോ? ഖാല, അപ്പൊ നബിയുടെ മറുപടി, ഫമൻ, പിന്നെ ആരാ? ഇപ്പൊ ജൂത നസാറാക്കളെ പിൻപറ്റും എന്ന് പ്രവാചകൻ പറയുക. ഇപ്പൊ ജൂതന്മാരും പിന്നെ ഈ പറയപ്പെട്ട ക്രിസ്ത്യാനികളും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അവരെന്തെല്ലാം ചെയ്തു, അവരെന്തെല്ലാം പിന്നെ ദീനിൽ എന്തെല്ലാം അതിര് വിട്ടു കടന്നു. അവരുടെ പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അവർ ദീനിൽ ചെയ്തു കൂട്ടി, അവർ അതിര് വിട്ടു, ഉലുവ്. അതുകൊണ്ടാണ് ഖുർആനിൽ അവരെ കുറിച്ച് പറഞ്ഞത്, യാ അഹ്ലൽ കിതാബ്, ഏ വേദക്കാരെ, ലാ തഉലു ഫീ ദീനിക്കും, നിങ്ങൾ ദീനിൽ അതിര് വിടരുത്. അവരതിര് വിട്ടു. അവർ ഓരോരോ കാര്യങ്ങളും അവരുടെ പ്രവാചക പഠിപ്പിച്ച കാര്യങ്ങൾക്ക് എതിരായിക്കൊണ്ടാണ് അവർ പലതും ചെയ്തു കൂട്ടിയത്, അനുഷ്ഠിച്ചു പോന്നു. അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹുവിനെ പോലെ കണ്ടു. അള്ളാഹുവാണെന്ന് തന്നെ പറഞ്ഞു. അവർ അള്ളാഹുവാണ്, ഈസാ നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എന്ന് പറഞ്ഞു. അവരെ അതേപോലെ തന്നെ ജൂതന്മാരും പറഞ്ഞു, ഉസൈർ ബിനുല്ലാഹ്, ഉസൈർ എന്ന് പറയുന്നത് അള്ളാന്റെ പുത്രനാണ്, മകനാണ് എന്ന് ജൂതന്മാരും പറഞ്ഞു. അങ്ങനെ ഓരോ വിഷയത്തിലും അവര് അതിരുവിട്ടു. അള്ളാഹുവിന് തുല്യം, അള്ളാഹുവാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ വഴിപിഴച്ചുപോയി. അതുകൊണ്ടാണ് നമ്മൾ കൈകെട്ടിക്കഴിഞ്ഞ് ഫാത്തിഹ ഓതത്തിലെ ഓയിരിൽ മഗ്ലൂ, എന്താ അർത്ഥം? ഓയിരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. നമ്മളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കുന്നില്ല. എല്ലാ ദിവസവും, എല്ലാ നമസ്കാരത്തിലും, എല്ലാ റക്അത്തിലും നമ്മൾ ഇത് ഈ ഫാത്തിഹ പാരായണം ചെയ്യാതെ ഒരു റക്അത്ത് നമുക്ക് കിട്ടുമോ? ആ റക്അത്തിൽ ഫാത്തിഹ ഓതുകയാണ്. ആ ഫാത്തിഹയിലാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. സിറാത്ത് ചോദിച്ചത്, അള്ളാഹുവിനോട് സിറാത്തിനെ ചോദിച്ചത്, നേരായ പാതയെ ചോദിച്ചപ്പോൾ നമ്മളെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കുകയാണ്, അവരുടെ മാർഗത്തിലല്ല, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല, വലദ്ദാലീൻ, വഴിവെച്ചവരുടെ മാർഗത്തിലല്ല. അള്ളാഹുവിന്റെ കോപം, ശാപകോപം ഏറ്റുവാങ്ങിയത് ആരാണ്? ജൂതന്മാരായിരുന്നു. അള്ളാഹു ശപിച്ച വർഗമാണ് അവർ. പല നിലക്കും അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രീഭൂതരായവരാണ് ഈ ജൂതന്മാരായ ആളുകൾ. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹ് കൊടുത്തു. പക്ഷെ അതിനെല്ലാം നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദിയേടാണ് അവരിൽ നിന്ന് ഉണ്ടായത്. അള്ളാഹു ശപിച്ചു. ചില ആളുകളെയൊക്കെ കുരങ്ങന്മാരാക്കി മാറ്റി. കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങന്മാരായി മാറുവിൻ എന്ന് പറഞ്ഞു. ഈ അവരോട് ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കരുത്. ശനിയാഴ്ച ദിവസം നമുക്ക് ഒരു പ്രധാനപ്പെട്ട ദിവസമായിരുന്നു അവർക്ക്, ജൂതന്മാർക്ക്. ശബ്ബത്ത്, യോമുസബത്ത്, അതിന് ശബ്ബത്ത് ആചരിക്കുക എന്നാണ് അവർ പറയുന്നത്, ജൂതന്മാർ. ആ ശബ്ബത്ത് നാളിൽ നിങ്ങൾ മത്സ്യം പിടിക്കരുത് എന്ന് അവരോട് കൽപ്പിച്ചു. പക്ഷേ ആ കൽപ്പന അവർ ധിക്കരിക്കുകയാണ് ചെയ്തത്. അവര് മത്സ്യം പിടിച്ചു പിടിച്ചില്ലാത്ത നിലയിലേക്ക് അവരെന്ത് ചെയ്തു? ആ ദിവസത്തിൽ പ്രത്യേകമായ മത്സ്യം വന്ന് വീഴാനുള്ള പ്രത്യേകമായ കുഴികളൊക്കെ അവര് എന്ത് ചെയ്തു? അവർ ആ സമുദ്രത്തിലോട് ചേർന്ന് അവർ പ്രത്യേകമായ കുഴികളൊക്കെ ഉണ്ടാക്കി അള്ളാന്റെ കൽപ്പന എതിര് പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചത്. കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങന്മാരായി മാറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയായി പോയി. അങ്ങനെ രൂപത്തിൽ തന്നെ വ്യത്യാസം വന്നു എന്ന് പറയുന്നു. അതെല്ലാവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു എന്ന് പറയുന്നു. മനുഷ്യന്റെ കുരങ്ങിന്റെ സ്വഭാവം ആയിട്ടൊക്കെ അങ്ങനെ
ചരിത്രം പറയുക. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന്റെ ശാപം ക്ഷണിച്ചു വരുത്തിയ വർഗത്തിന്റെ ആ വർഗത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ ഉണർത്തിയത്. നിങ്ങൾ അവരെ പിൻപറ്റരുത്. ഈ പറയപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെയും ഇവർ ചെയ്തു കൂട്ടിയതാണ്, ഇവരുണ്ടാക്കിയതാണ്. ഈ കാണിക്കുന്നതെല്ലാം, ഈ ഇന്ന് കാണിക്കുന്ന ഈ പുതിയ പുത്തനാചാരങ്ങൾ മുഴുവനും അവരിലൂടെ ഈ പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ഇസ്ലാമിന് പരിചയമില്ലാത്ത പിൽക്കാലത്ത് കടന്നു വന്ന ഒരു ആചാരമാണ് ഈ മൗലൂദ്, മീലാദുൻ നബി എന്ന് പറയുന്ന ഈ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കൽ. എന്തൊക്കെയാണ്, ഒരു കേക്ക്, വലിയ കേക്ക്, പച്ച കേക്കും എല്ലാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിങ്ങനെ മുറിക്കുക. ഇനി എന്തെല്ലാം കാണണം? ഓരോ വർഷവും ഓരോന്നായി പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ. ഒരു സമയത്ത് അസ്മാത്താടെ ലൈറ്റ് എന്നും പറഞ്ഞിട്ട് ഈ ലൈറ്റ് അലങ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് നല്ല ഒരു സാധ്യതയുണ്ട്, കച്ചവട സാധ്യതയുണ്ട്. അതിന് ഓരോ മീറ്റർ കണക്കിന് ലൈറ്റിന് 1000 രൂപ 2000 രൂപ നമ്മളൊക്കെ കണ്ടതാണ്. ആ കച്ചവടമൊക്കെ നമ്മൾ കണ്ടതാണ്, യൂട്യൂബിലൂടെയും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം, നിങ്ങൾ വീടുകളിൽ ലൈറ്റ് അലങ്കരിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഈ കൗമ് അത് എന്ത് ചെയ്യും? വേഗം റസൂലുള്ളാഹിന്റെ പേരിലാണല്ലോ അത്. ഈ സമൂഹത്തിന്റെ എന്താണ് ദൗർബല്യമാണ്. അള്ളാനെ പറഞ്ഞാലും ഒന്ന് സഹിക്കാം, പക്ഷെ നബിയെ പറഞ്ഞാൽ സഹിക്കത്തില്ല. അത് ഈ കൗമിന്റെ പ്രത്യേകതയാണ്, നമ്മുടെ കൗമിന്റെ ഒരു പ്രത്യേകതയാണ്. അള്ളാനെ പറഞ്ഞാലും അത് എന്ത് ചെയ്യും? ചീത്ത വിളിച്ചാലും ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. അതേസമയത്ത് പ്രവാചകനെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പ ചാടി വീഴും, വെട്ടണമെങ്കിൽ വെട്ടും. അതാണ് നമ്മുടെ ഈ കൗമിന്റെ പ്രത്യേകത. അപ്പോൾ ആ ഒരു വിശ്വാസവും വൈകാരികതയും ചൂഷണം ചെയ്യുന്ന ആളുകൾ നമ്മളിപ്പോൾ അവസാനം ഇപ്പൊ കേൾക്കുന്നത് എന്താ? പ്രവാചകന്റെ മുടി 1/2 സെന്റിമീറ്റർ വളർന്നു. പ്രവാചകന്റെ മുടി 1/2 സെന്റിമീറ്റർ വളർന്നു. എത്ര വയസ്സാം കാലഘട്ടത്തിൽ ഇതെല്ലാം നിർത്തി. ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇനി ആരോഗ്യം ക്ഷയിച്ചു, നേരെ ചൊവ്വേ വർത്താനം പറയാൻ പറ്റുകയില്ല. ഇനി ഉള്ളത് ദിക്റുകളും സ്വലാത്തും ഒക്കെ ചൊല്ലി ഇരുന്ന് ആ നേരത്തെ ചെയ്തു പോയ കാര്യങ്ങളിൽ പശ്ചാത്തപിച്ച് ഈ ഉമ്മത്തിനെ വെറുതെ വിട്ടുകൂടെ? മരിച്ചാലും പെടത്തില്ലെന്നാ പറയുന്നത്. മരിച്ചാലും പെടത്തില്ല. ഒരു ജാറം ഒരുങ്ങി കാത്തിരിക്കുകയാണ്, എപ്പോഴാ മരിച്ചു കിട്ടുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ്, മർക്കസിലേക്ക് പ്രദർശിപ്പിക്കാൻ. ഇവിടെ വലിയ ജാറമായിട്ട് മാറ്റാൻ ഒരു വലിയ ഖബറ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശിഷ്യന്മാർ, മകനുൾപ്പെടെ. ഇയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഇയാളെ കൊണ്ട് വരെ പറയിപ്പിക്കുകയാണ്. കച്ചവടം ഇപ്പം നബീദിനം ഒക്കെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പ്രദർശനം. ഈ വെളുപ്പിന് 4 പ്രവാചകൻ ജനിച്ച സമയമൊക്കെ നോക്കിയിട്ടെ, പ്രവാചകൻ ജനിച്ചത് വെളുപ്പാങ്കാലത്താണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് 4 മണി മുതൽ മർക്കസിൽ മുടി പ്രദർശിപ്പിക്കുന്നതാണ്. അപ്പോൾ ആളുകളെല്ലാം കൂടെ വണ്ടി വിളിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ക്യൂ നിൽക്കുകയാണ് കിലോമീറ്ററുകളോളം. എന്തിനാ? ഇത് കാണാൻ. ഇങ്ങനെ എന്നിട്ട് ആടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുടി ഇങ്ങനെ ആടുന്നു, ഡാൻസ് ചെയ്യുന്നതാണ് ഈ പറയുന്നത്. എത്ര പച്ചയായിട്ടാണ് ഈ പുരോഹിതന്മാർ ഈ പാവപ്പെട്ട ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്. എത്ര മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു അല്പമെങ്കിലും ആവറേജ് വിവരമെങ്കിലും വേണം ഈ ദീനിൽ, അല്ലെങ്കിൽ അവൻ പെട്ടുപോകും. ആവറേജ് വിവരം എങ്കിലും ഈ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ പെട്ടുപോകും. അതുകൊണ്ട് ഇയാൾക്കറിയാം എൻ്റെ മുന്നിലിരിക്കുന്ന ആളുകൾ ഇന്ന കൂട്ടരാണ് എന്ന് ഇയാൾക്കറിയാം.
ഞാൻ എന്ന് പറഞ്ഞ ഇത് രാത്രിയാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ തയ്യാറുള്ള ഒരു സമൂഹമാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പെരും നുണകൾ പടച്ചുവിടുന്നത്. കള്ളങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഇത് മുൻഗാമികളായ സ്വഹാബത്ത് ഒക്കെ പ്രവാചകനെ സ്നേഹിക്കാത്തവരാണോ? അവരാരെങ്കിലും ജീവിതത്തിൽ ഒരു റബീഉൽ അവ്വലിലെങ്കിലും എൻ്റെ പ്രവാചകൻ ജനിച്ച ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സന്തോഷ പ്രകടനം നടത്തിയോ? ഒരു കാരക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയോ? എവിടെയുണ്ട് ചരിത്രത്തിൽ? പ്രവാചകനെ ഏറ്റവും അധികം സ്നേഹിച്ചവർ ഇവരാണോ? അതോ പ്രവാചകന്റെ കാലഘട്ടത്തിലെ സഹാബാക്കളാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ ആരാണ്? യുദ്ധത്തിൽ ശത്രുക്കൾ അമ്പ് വിടുമ്പോൾ പ്രവാചകന്റെ മുമ്പിൽ മനുഷ്യ മതിലായി നിന്നുകൊണ്ട് അമ്പുകൾ സ്വന്തം വിരിമാറ് കാട്ടിക്കൊടുത്തുകൊണ്ട് നെഞ്ചിലേക്ക് സ്വയം ഏറ്റുവാങ്ങുന്ന സ്വഹാബിമാരാണോ? ആ സ്വഹാബിമാരെ കുറിച്ചാ പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ പ്രവാചകന്റെ ജന്മദിനം എന്ന പേരിൽ ഒരു ആഘോഷവും അവർ നടത്തിയിട്ടില്ല, ഒരു മൗലൂദ് പാരായണവും അവർ നടത്തിയിട്ടില്ല. ഇതെല്ലാം പിൽക്കാലത്ത് ഈ ദീനിലേക്ക് കടത്തിവിട്ടതാണ്. ബിദ്അത്തുകൾ പിൽക്കാലത്ത് കടന്നു വന്നതാണ്. ഹിജ്റ 300-ന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. ഹിജ്റ 362-ലാണ് മൗലൂദിന്റെ തുടക്കം. ഫാത്തിമിയാക്കളാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഫാത്തിമിയാക്കൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, നബിയുടെ മകളുടെ പേരാണല്ലോ. അപ്പോൾ നബിയുടെ കുടുംബത്തിൽ മായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് ആരും കരുതേണ്ടതില്ല. അങ്ങനെ ഒരു പേര് സ്വീകരിച്ചു എന്നും മാത്രമാണ്, ഒരു ബന്ധവുമില്ല ഈ ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവരാണിത് തുടക്കം. പിന്നീട് മുളഫർ രാജാവ് വന്നിട്ട് രാജാവിന്റെ ആ ഇത് ഉറപ്പിക്കാനും അതിനു വേണ്ടിയൊക്കെ അവർ നടത്തിയെന്നാണ് നമുക്കറിയാമല്ലോ. നമ്മുടെ നാട്ടിൽ ജനിച്ച് മരണപ്പെട്ടു പോയ ഒരു സാഹിത്യ അറിയാവുന്ന ഒരു മുസ്ലിയാരുണ്ടായിരുന്നു, തഴവ മുസ്ലിയാർ. അദ്ദേഹം ഈ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് ഇമാം സഖാഫി അദ്ദേഹം പറയുകയാണ്, ഇമാം സഖാഫി ഇന്ന അമലിൽ മൗലിദി ഹദസുൻ ബഅദ ഖുറൂനി സലാസ. ഈ മൗലൂദ് എന്ന് പറഞ്ഞാൽ അത് പുതിയതാണ്, അതായത് ഹിജ്റ 300-ന് ശേഷം ഉണ്ടായതാ കാര്യമാണ് എന്ന് ഇമാം സഖാഫി പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ മുസ്ലിയാർ പറയുന്നത് മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും ഈ പറയുന്ന സഖാവി പറയുന്നതായി കാണുന്നതാ. അത് ഹലഫി 1-ാം വാല്യമിൽ നോക്കേണ്ടതാ. ഇത് ആര് പറഞ്ഞു? തഴവ. അപ്പൊ ഇത് കൃത്യമാണ്, ഇത് 300-ന് ശേഷം വന്നതാണ്. അപ്പോ ദീനല്ല എന്ന് മനസ്സിലായല്ലോ. ദീന ആകണമെങ്കിൽ എന്താണ്? അത് പ്രവാചകൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സ്വഹാബത്തുകൾ അത് കാണിച്ചിരിക്കണം. സ്വഹാബത്തുകൾ അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം വഫാത്തായതിനു ശേഷം ഉണ്ടായതാണ്. താബിഈങ്ങളും കഴിഞ്ഞ് തബഉ താബിഈങ്ങളും കഴിഞ്ഞുണ്ടായ കാര്യമാണ് ഈ പറയുന്ന മൗലൂദാഘോഷങ്ങൾ. അവർക്കാർക്കും പരിചയമില്ല. ഇപ്പൊ നമുക്കറിയാം, ദീനില് ഒരു പെരുന്നാൾ, 2 പെരുന്നാളാണല്ലോ. 2 പെരുന്നാളാണ് മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. 2 പെരുന്നാൾ നമ്മൾ പറയും, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ആ പെരുന്നാൾ ദിനത്തിൽ എന്തൊക്കെയാണ് ഓരോ മുസൽമാനും അനുഷ്ഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് സുന്നത്തായ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, സുഗന്ധം പൂശണം,
ഒരു തക്ബീർ ധാരാളം ഉച്ചരിക്കണം, ഒരു വഴിയിലൂടെ വരണം, മറ്റൊരു വഴിയിലൂടെ പോകണം, പിന്നെ മുസല്ലയിൽ നിസ്കരിക്കണം. ഇങ്ങനെ ദീനിയായ കാര്യങ്ങൾക്കൊക്കെ കൃത്യമാണ് കാര്യങ്ങൾ. കൃത്യമായി ഓരോരോ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ആഘോഷം കാര്യത്തിലായി പറഞ്ഞത്. ഓരോരോ ആഘോഷങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്നാൽ ഇവിടെയോ ഈ ജന്മദിനത്തിന്റെ പേരിൽ എന്ത് പുണ്യമാണ്? എന്തെങ്കിലും പുണ്യം അത് പറഞ്ഞോ? നബിയെ സ്നേഹിക്കേണ്ടെന്നല്ല അതിന്റെ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ഒരു ദിവസം, നബി ജനിച്ച ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന പരിപാടി നമുക്കറിയാം. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ആൽ ഇംറാനിലെ 2 ആയത്തുകൾ ഓതുകയുണ്ടായി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകൻ കരഞ്ഞുപോയ, സുജൂദിൽ കിടന്ന് കരഞ്ഞുപോയ, ദീർഘനേരം സുജൂദിൽ കിടന്ന് കരഞ്ഞുപോയ ഒരായത്താണിത്. പ്രവാചകൻ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ആദ്യമായി ചെയ്യുന്നത് നിസ്കാരമല്ല, തഹജ്ജുദ് നിസ്കാരമല്ല. പ്രവാചകൻ ആദ്യമായി ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ ഈ 2 ആയത്താണ് ആദ്യം ഓതുന്നത്. ഈ 2 ആയത്താണ്. അപ്പം അവിടെ മുതൽ ഇങ്ങോട്ട് ഓരോരോ കാര്യങ്ങളും, പ്രവാചകന്റെ സുന്നത്തായ ഓരോരോ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, ഇറങ്ങുമ്പോൾ എങ്ങനെ കയറണം, എങ്ങനെ ഇറങ്ങണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് തിരിച്ച് പ്രവേശിക്കുമ്പോൾ, അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വാഹനം കയറുമ്പോൾ, എല്ലാം ഓരോരോ കാര്യങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിക്കൊണ്ട് നമുക്ക് ഓരോ വിഷയത്തിലും മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ആ മാതൃകകൾ ഓരോന്നും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇനി പ്രവാചകൻ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 63 വയസ്സ് വരെ ജീവിച്ചു. 63 വർഷം ജീവിച്ചു. പ്രവാചകനായത് 40-ാം വയസ്സ് മുതൽ 40 മുതൽ 23 വർഷം പ്രവാചകനായിക്കൊണ്ട് ജീവിച്ചു. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ പ്രത്യേകമായ ഈ മദീന പള്ളിയിൽ ആളെ കൂട്ടി പ്രവാചകൻ അത് നടത്തിയോ? പ്രവാചകൻ എൻ്റെ ജന്മദിനമാണെന്ന് പറഞ്ഞോ? ഇനി പ്രവാചകന് മുൻപേ തന്നെ ഈസാ നബി ഉണ്ട്. അത് ഏറ്റവും അവസാന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അതിനു മുമ്പ് പ്രഗത്ഭരായ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ, ഈ ദൃഢ മനസ്കരായ പ്രവാചകന്മാർ 5 ആളുകൾ അല്ലേ? ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, മുഹമ്മദ് നബി, അങ്ങനെ നൂഹ് നബി, ഇങ്ങനെ 5 പ്രവാചകന്മാരെ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരാണ്, പ്രധാനപ്പെട്ട പ്രവാചകന്മാർ. എല്ലാ പ്രവാചകന്മാരും പ്രധാനപ്പെട്ടതാണ്. അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ, ഇവരിൽപ്പെട്ട ആരുടെയെങ്കിലും നബിദിനം പ്രവാചകൻ കഴിച്ചോ? ഇബ്രാഹിം നബിയുടെ ജന്മദിനം കഴിച്ചോ? എന്തെല്ലാം കാര്യങ്ങൾ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും ജന്മദിനം പറയുന്നില്ല. ആരുടെ ജന്മദിനമോ അവരുടെ പിന്നെ പ്രൊഫഷണലോ ഒന്നും പറയുന്നില്ല. അവരുടെ പ്രബോധന ജീവിതം അതാണ് എടുത്ത് നമ്മളുടെ മുമ്പിലേക്ക് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ചു കാട്ടുന്നത്.
അപ്പൊ ആ പ്രവാചകന്മാരുടെ ഒന്നും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അപ്പൊ ജന്മദിനം ആഘോഷിക്കലല്ല. പിന്നെ എന്താണ്? ഇനി പ്രവാചകനെ സ്നേഹിക്കണം. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളുണ്ട് ധാരാളം. ഇവിടെ എന്താണ്? ഓരോ സുന്നത്തുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും പ്രവാചകന്റെ സുന്നത്തുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പകരം ബിദ്അത്തുകൾ ഇങ്ങനെ പുതുതായി രൂപപ്പെട്ടു വരികയും ചെയ്യുന്നു. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ ഇവിടെ ധാരാളമുണ്ട്, അത് ചെയ്യുന്നില്ല. ഉദാഹരണമായിട്ട് മുഹറം 9, 10 നോമ്പ്, അതേപോലുള്ള കുറെ സുന്നത്ത് നോമ്പുകളുണ്ട്. എന്നാൽ അത് അതിനെ വലിയ ആവേശം കാണിക്കുന്നില്ല. എന്നാൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഷഅബാൻ 15 ബറാത്ത് നോമ്പെന്നും പറഞ്ഞിട്ട് ഒരു നോമ്പുണ്ട്. എന്താ ആ നോമ്പ് പിടിക്കാനും അതിനെ ആ രീതിയിൽ കാണാനും പ്രാധാന്യം കൽപ്പിക്കാനും നമ്മുടെ കൗമ് കാണിക്കുന്ന ധൃതി, കൗമ് അതിനോട് കാണിക്കുന്ന ആ ഒരു ഉത്സാഹം പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളോട് കാണിക്കുന്നില്ല. ഈ പഠിപ്പിക്കാത്ത കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടവും അത് കാണിക്കാൻ. നിസ്കാരം പറഞ്ഞല്ലോ, നമ്മുടെ ഈ ചെറുപ്പക്കാരായ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളാണ് ഇത് കൂടുതലും. അവരിങ്ങനെ ഞാൻ വർക്കല സൈഡിലൊക്കെ ജോലി ചെയ്തപ്പോൾ പള്ളിയിൽ ഇമാമായി നിൽക്കുമ്പോൾ ഈ വണ്ടിയിൽ ഇങ്ങനെ ബോക്സുകൾ ഇങ്ങനെ അടുക്കി ഇപ്പൊ നിയമമൊക്കെ വന്നു, കുറേയൊക്കെ നിയന്ത്രണം വന്നു. അന്ന് യാതൊരു നിയന്ത്രണവുമില്ല. എന്നിട്ട് ഇങ്ങനെ സിനിമാ പാട്ടുകൾ ഇട്ടിട്ട് ഇങ്ങനെ ഘോഷയാത്ര പോലെ ഇങ്ങനെ ഓരോ വണ്ടികളും ഇങ്ങനെ കടന്നു പോകാൻ. ഇതിനിടയിൽ വാങ്ക് വിളിക്കുന്നുണ്ട്, ളുഹർ വാങ്ക് വിളിക്കുന്നുണ്ട്, അസർ വാങ്ക് വിളിക്കുന്നുണ്ട്. അന്ന് വണ്ടി ഒന്ന് ഒതുക്കിയിട്ടിട്ട് നമസ്കരിക്കണമല്ലോ, അതൊന്നുമില്ല. എന്നിട്ട് തുള്ളലാണ്, ഭയങ്കര തുള്ളൽ. എന്താണ് ഈ കാണിക്കുന്നത്, ഈ കൗമ് കാണിക്കുന്നത്? അപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. സുന്നത്തുകൾ ഇവിടെ ധാരാളമുണ്ട്. ആ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് സ്നേഹം, അതാണ് പ്രവാചകനോടുള്ള ഹുബ്ബ്. മറ്റേതൊക്കെ കച്ചവടം, ബിസിനസ്, ഹിഷ്കെ മുഹമ്മദ്, അതുപോലെ ഹുബ്ബെ റസൂല് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്താണ് വിധത്തിൽ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഒരു വലിയ സമ്മേളനം നടത്തുമ്പോൾ കുറഞ്ഞത് കുറച്ച് കോടി രൂപ ഒക്കെ കിട്ടും. അപ്പൊ അതിലാണ് ഈ പുരോഹിതന്മാരുടെ ശ്രദ്ധ. ഇതിങ്ങനെ പറഞ്ഞിട്ട് മൗലൂദ് സദസ്സുകൾ, മൗലൂദ് സംഗമം, അങ്ങനെ ഓരോ എറണാകുളത്ത് അത് വലിയ സംഗമം, മൗലൂദ് മിലാദെ സംഗമം എന്നൊക്കെ പറഞ്ഞിങ്ങനെ. എന്നിട്ട് ഒരു ബക്കറ്റുമായിട്ട് വരും. പിരിവാണ്, കോടികളാണ്, കോടിക്കണക്കിന് രൂപ അതിലൂടെ ഈ സമൂഹത്തിൽ ഈ കൗമിന് കിട്ടുന്നുണ്ട്, ഇത് നടത്തിപ്പുകാർക്ക്. അപ്പൊ ഇതിൻ്റെ എല്ലാം മറവിൽ തട്ടിപ്പാണ്. നമ്മൾ അതിൽ നിന്ന് പെട്ടുപോകരുത്. ഒരു ആവറേജ് ബുദ്ധിയുള്ളവർ അത് ഉപയോഗിക്കണം. നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്കൊരു കൃത്യമായ ചട്ടക്കൂടുണ്ട്. പ്രവാചകനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നോരോന്ന് കൂട്ടലാണോ? അതാണോ പ്രവാചകന്റെ ആ ഹുബ്ബ് എന്ന് പറയുന്നത്? പ്രവാചകൻ വന്നത് അതിനു വേണ്ടിയാണോ? അല്ല, പ്രവാചകൻ വന്നത് ഈ കൗമിനെ, അവസാന നാളിലെ കൗമിനെ ഈ എന്താണ് പരിശുദ്ധമായ ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അവസാനം ആയത്ത് അവതരിച്ചു, ഇതാ ഇസ്ലാമിനെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് യാത്രയായത്. അതുവരെ എന്തെല്ലാം ഈ ദീനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നോ അതാണ് ദീൻ. അതിനുശേഷമുള്ളതൊന്നും ദീനല്ല. എത്ര നല്ലതായാലും ചില ആളുകൾ പറയും സ്വലാത്ത് ചൊല്ലുന്നത് നല്ലതല്ലേ? സ്വലാത്ത് ചൊല്ലുന്നത് നല്ലതാണ്.
എന്നാൽ പിന്നെ നമുക്ക് സുജൂദിൽ കിടന്ന് സ്വലാത്തിയെല്ലാം പഠിപ്പിച്ചോ? തെറ്റാണ്, പാടില്ലാത്തത്. സുജൂദിൽ കിടന്ന് സ്വലാത്തിയെല്ലാമോ? പാടില്ല. സുജൂദിൽ അവിടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ പഠിപ്പിച്ച ഒരാൾ ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വെച്ചിട്ട് തുമ്മിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അൽഹംദുലില്ലാഹി, പിന്നെ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇബ്നു ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇതെന്താ അങ്ങനെ പറഞ്ഞത്? പ്രവാചകൻ അങ്ങനെയല്ലല്ലോ നമ്മളെ പഠിപ്പിച്ചു തന്നത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്നല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ ഈ അതിൻ്റെ കൂടെ ഇത് നമ്മൾ ഇങ്ങനെ വസ്സലാത്തു, അപ്പോൾ ഇയാൾക്ക് ചോദിക്കാൻ വേണമെങ്കിൽ സ്വലാത്തല്ലേ, നല്ലതല്ലേ? അത് പാടില്ല എന്നാണ് വിലക്കിയത്. അത് പാടില്ല. ഓരോന്നിനും ഓരോ സമയവും സന്ദർഭവും ഉണ്ട്. ആ സമയത്താണ് അത് ചെയ്യേണ്ടത്. 33 പ്രാവശ്യം നിസ്കാര ശേഷം നമുക്ക് ഇത് പഠിപ്പിച്ചു തന്നു. ദിക്റുകൾ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ പഠിപ്പിച്ചു തന്നു. എന്നാ പിന്നെ നമുക്ക് എത്രയും ചെല്ലാമോ? 35 ആക്കാമോ? 38 ആക്കാമോ? അല്ലെങ്കിൽ കുറക്കാമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. സുബഹി നമസ്കാരം 2 റക്അത്ത്. ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതല്ലേ, എന്റെ വകയായിട്ട് ഇരിക്കട്ടെ 2 എണ്ണം കൂടുതൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് 2 റക്അത്താണ്. അത് ഖിയാമത്ത് നാൾ വരെയും 3 റക്അത്തോ 4 റക്അത്തോ ആവുകയില്ല. അതങ്ങനെയാണ്, അങ്ങനെയാ പഠിപ്പിച്ചത്. അതാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ. പ്രവാചകനെ സ്നേഹിക്കുന്ന ഇങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. അതല്ലാതെ പ്രവാചകൻ പഠിപ്പിക്കാത്തത് ചെയ്തുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.